എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും 300 മീറ്റർ മാത്രം ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018-ലെയും 2019-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. നല്ല ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ആലുവ തൃപ്പൂണിത്തുറ റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന വീട് തന്നെയാണ്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 3 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. 4 മീറ്ററോളം വീതി വരുന്ന റോഡുകളും നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ ചുറ്റുമതിൽ സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രീതിയിലാണ് ഫ്രണ്ട് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഡിസൈൻ വർക്കോട് കൂടി തന്നെയാണ് ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി വരുന്ന വിശാലമായൊരു കവേഡോടുകൂടി വരുന്ന കാർ പോർച്ചിലേക്കാണ്. കടപ്പക്കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസും എല്ലാം കൊടുത്ത് വീടിൻ്റെ മുറ്റം ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ചെറിയ രീതിയിലുള്ള ചെടികളെല്ലാം നട്ടിട്ടുണ്ട്. ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ഈ ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീടിൻ്റെ നിർമ്മാണം. വടക്ക് ഭാഗത്തേക്കാണ് ഈ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലായാണ്. ഇനി ഫ്രണ്ടിലേക്ക് വരാം. വലിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെയും വീടിൻ്റെയും ഡയറക്ഷൻ വടക്കോട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഫ്രണ്ട് ഡോറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഡോർ തന്നെയാണ്. ഡോർ തുറന്ന് കയറി വരുന്നത് വിശാലമായൊരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ടിരിക്കാവുന്ന സ്പേസ് ഈ കാണുന്ന ലിവിംഗ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. മനോഹരമായ സീലിംഗ് വർക്കുകളും 2 ഭിത്തിയിലും വലിപ്പമുള്ള ജനലുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റും നമുക്ക് കാണാം. ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷിംഗ് വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നല്ലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പാർട്ടീഷനോട് കൂടി വരുന്ന TV യൂണിറ്റ് തന്നെയാണ്. അത് റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ കാണാൻ കഴിയും. 8 സീറ്ററോ 10 സീറ്ററോ ടേബിൾ പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. അവിടെയായി ചെറിയൊരു ഡോറെല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായ സീലിംഗ് വർക്കുകളാണ് ഇവിടെയായി കാണാൻ കഴിയുക. ഇവിടെ നിന്നും നമുക്ക് ഇനി കിച്ചൻ്റെ ഭാഗത്തേക്കാണ് പോവേണ്ടത്. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റുകളും ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൻ്റെ ഓപ്പൺ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായി നല്ലൊരു ഡബിൾ ഹൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിന് ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഈ കിച്ചൺ കൂടാതെ പുറത്തായി അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് ബാക്കിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ടൈലെല്ലാം ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഈ കാണുന്ന ഭിത്തിയിൽ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും 2 ഭിത്തിയിലും വലിപ്പമുള്ള ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ള ബെഡ്റൂമിന് വലിയ രീതിയിലുള്ള കബോർഡ് വർക്കും കാണാം. മൾട്ടിവുഡിലാണ് ഈ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും കൊടുത്താണ് ബാത്റൂമിൻ്റെ നിർമ്മാണം. സെറ ബ്രാൻഡാണ് ഇവിടെ ഫുള്ളായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഹോളിലേക്ക് തന്നെ തിരിച്ചു വരാം. മനോഹരമായൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയായി നല്ലൊരു സിറ്റിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഇൻഡോർ പ്ലാന്റുകളും ടഫൻ ഗ്ലാസും വുഡും കൊടുത്തിട്ടുള്ള ഹാൻഡ് റെയിലും മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റെയർ കേസുമാണ് ഇവിടെ കാണാൻ കഴിയുക. കൂടാതെ താഴെയായി ഇൻവെർട്ടർ വെക്കാവുന്ന ഒരു പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഭംഗിയുള്ള സ്റ്റെയർ ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിലായി അത്യാവശ്യം വലിപ്പമുള്ള ഒരു വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. നല്ല രീതിയിൽ വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് വിൻഡോ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോള് ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭ്യമാവുക. ഇനി മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഈ വന്ന ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ അതേ മോഡലിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഏകദേശം സെയിം സ്ക്വയർ ഫീറ്റ് തന്നെയാണ്.
നല്ല രീതിയിൽ ഈ ബെഡ്റൂം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനും കബോർഡ് വർക്കുകളും കൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും ലഭ്യമാവുക. അത്യാവശ്യം വിശാലമായ ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇത് ഏകദേശം ഒരു 125 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. 3 ബെഡ്റൂമിനും അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഇതിനെല്ലാം കബോർഡ് വർക്കുകളും സീലിംഗ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. കാക്കനാടിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 3.5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 79 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരി വൺ.